എല്ലായിടത്തും ഏത് സ്ഥലത്തും ഏത് ദൈവത്തിന്റെ മുമ്പിലും പറയാവുന്ന എപ്പോഴും ചൊല്ലാവുന്ന നാമം ഓം നമോ നാരായണായ. കലികാലത്തില് നമുക്ക് എല്ലാ ദോഷങ്ങളിൽ നിന്നും മാറാനായിട്ട്, ദോഷങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ അറിഞ്ഞും അറിയാതെയും ചെയ്യുന്ന പല കാര്യങ്ങളും നല്ലതായിട്ടും വരും, ചീത്തയായിട്ടും വരും. അപ്പോൾ അതിൽ നിന്നൊക്കെ മോചനം പ്രാപിക്കാനും ഈശ്വരൻ്റെ അനുഗ്രഹം കിട്ടാനും വേണ്ടിയിട്ടാണ് കലികാലത്തിൽ നാമസങ്കീർത്തനം മാത്രം മതി എന്നാണ് പറയാൻ. അപ്പോൾ കൃതയുഗത്തിൽ നേരെ തപസ് ചെയ്തിട്ടാണ് ഈശ്വരനെ തൃപ്തിപ്പെടുത്തുക. അതേപോലെ ത്രേതായുഗം വന്നപ്പോൾ നേരെ യാഗാദി കർമ്മങ്ങളാണ് വിധിച്ചത്. യാഗം, ഹോമം ഇതൊക്കെ ത്രേതായുഗത്തിലെ ഈശ്വരപ്രാപ്തിക്കുള്ളതാണ്. ദ്വാപരയുഗം വന്നപ്പോഴാണ് പൂജകൾ വന്നത്. അത് താന്ത്രികമായിരിക്കുന്ന പൂജയുണ്ട്, വൈദികമായിരിക്കുന്ന പൂജയുണ്ട്. വൈദികം എന്ന് പറഞ്ഞാൽ വേദോക്തമായിരിക്കുന്ന മന്ത്രങ്ങളെ കൊണ്ടുള്ളതായിരിക്കുന്ന പൂജ, തന്ത്രോക്തമായിരിക്കുന്ന കർമ്മങ്ങളെ കൊണ്ടുള്ള പൂജ, അതാണ് നേരെ ക്ഷേത്രങ്ങളിലൊക്കെ നടക്കുന്നത്. അപ്പം അങ്ങനെയുള്ളതായിരിക്കുന്ന പൂജാവിധികൾ, തന്ത്രോക്തവും വേദോക്തമായ പൂജാവിധിയാണ് ദ്വാപരയുഗത്തിൽ. ദ്വാപരം കഴിഞ്ഞ് കലികാലത്തിൽ വന്ന സമയത്ത് കലികാലത്തിൽ നാമസങ്കീർത്തനം മാത്രം മതി എന്നാണ് പറയുക. അപ്പം അതുകൊണ്ടാണ് കലികാലത്തിൽ മറ്റ് പൂജകളോ അല്ലെങ്കിൽ മറ്റേ ഏതെല്ലാം തരത്തിലുള്ളതായിരിക്കുന്ന കാര്യങ്ങൾ, ഹോമങ്ങൾ ഒന്നുമല്ല പ്രസക്തി, നാമം ജപിച്ചാൽ മതി എന്ന് പറയും. അപ്പം നാമജപം എന്ന് പറഞ്ഞാൽ എല്ലാ പാപങ്ങളെയും നശിപ്പിക്കുന്നു. ഇപ്പം ഭാഗവതത്തിൽ അവസാനത്തെ ശ്ലോകം അതാണ് പറയാം. ശ്രീമൽ ഭാഗവതം പാരായണം ചെയ്താൽ ആ ഭാഗവത പാരായണം അവസാനിപ്പിക്കുന്നത് നാമസങ്കീർത്തനം യസ്യ സർവഭാവപ്രണാശനം പ്രണാമോ ദുഃഖശമനഃ തം നമാമി ഹരിം പരം എന്നാണ് പറഞ്ഞിട്ടാണ് ഭാഗവതം സമർപ്പിക്കുന്നത്. അപ്പോൾ ഭഗവാന്റെ നാമം ജപിച്ചു കഴിഞ്ഞാൽ എല്ലാ ദുഃഖങ്ങളും നമ്മുടെ പാപങ്ങളൊക്കെ നശിക്കും. ആ നേരെ സങ്കീർത്തനം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പരമമായിരിക്കുന്ന സ്ഥാനം, അതായത് നമ്മൾ മോക്ഷം എന്ന് പറഞ്ഞ സ്ഥാനത്തേക്ക് എത്തിച്ചേരാൻ വരും. വേറെ ഒന്നും ആവശ്യമില്ല എന്നുള്ളതാണ്. അപ്പോൾ അതാണ് അതിലെ പ്രധാനപ്പെട്ടതായിരിക്കുന്ന കാര്യം. അപ്പം നാമസങ്കീർത്തനമാണ് കലികാലത്തിൽ വേണ്ടത് എന്ന് പറയുമ്പോൾ ഏത് നാമത്തിനാണ് പ്രാധാന്യം എന്ന് ചോദിച്ചാൽ നാമങ്ങൾക്കെല്ലാം തുല്യമായിരിക്കുന്ന പ്രാധാന്യമുണ്ട്. പക്ഷേ സാധാരണ ജീവിതത്തിൽ മനുഷ്യൻ ജപിക്കുന്നതായിരിക്കുന്ന സാധാരണക്കാരായിരിക്കുന്ന ആളുകൾ ചെയ്യുന്നതായിരിക്കുന്ന നാമം, ഒന്ന് കലികാലത്തിൽ എടുത്തു പറയണത് കലിയുഗ മന്ത്രം എന്നാണ് അതിന് പറയാൻ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഈ 16 അക്ഷരമുള്ളതായിരിക്കുന്ന നാമമാണ് കലിയുഗ മന്ത്രം എന്നാണ് നേരെ എടുത്ത് പറയുന്നത്. അപ്പോൾ കലിയുഗ മന്ത്രത്തെക്കുറിച്ചിട്ട് നേരെ പറയുന്നത് ഇതാണ് കലിയുഗ മന്ത്രം എന്ന് നേരെ നാരദനാണത് പറഞ്ഞിരിക്കുന്നത്. അപ്പം നാരദൻ നേരെ ബ്രഹ്മദേവനോട് ചോദിച്ചതാണ് ഈ നാമം, ഈ കലിയുഗ മന്ത്രമായിരിക്കുന്ന ഈ നാമമന്ത്രം. അപ്പം അത് കലിയുഗ മന്ത്രമാണ്. അപ്പം കലിയുഗ മന്ത്രത്തിൽ നേരെ ഉള്ളതായിരിക്കുന്ന നാമം ജപിക്കാനായിട്ട് ഗുരുവിൻ്റെ ഉപദേശം വേണോ, അതിൽ എന്തെങ്കിലും വിധികളുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അതിന് വിധികളുമില്ല, ഗുരുവിൻ്റെ ആവശ്യമില്ല. ഇത് അതേപോലെ ജപിച്ചാൽ മതി എന്നാണ്. അതാണ് ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. 16 അക്ഷരാണ്. ഈ ഷോഡശാക്ഷരി മന്ത്രം എന്നാണ് അതിനെ പറയാൻ. അതിനാണ് കലിസന്ധരണ ഉപനിഷത്ത് എന്നൊരു ഉപനിഷത്തുണ്ട്. ആ കലിസന്ധരണ ഉപനിഷത്ത് എന്നുള്ള ഉപനിഷത്തുണ്ട്. ആ ഉപനിഷത്തിൽ പറഞ്ഞതാണ്. അതിന് ചെറിയ ഉപനിഷത്താണ്, 3 ശ്ലോകമേ ഉള്ളൂ. ആ 3 ശ്ലോകത്തിൽ അവസാനത്തെ ശ്ലോകമാണ് ഇത് മാത്രം ജപിച്ചാൽ മതി. അതാണ് സാധാരണഗതിയിൽ ആ ഒരു നാമത്തിൻ്റെ പറയുക, ഹരേ രാമ ഹരേ രാമ. അതാണ് എല്ലായിടത്തും ഏത് സ്ഥലത്തും ഏത് ദൈവത്തിൻ്റെ മുമ്പിലും പറയാവുന്ന എപ്പോഴും ചൊല്ലാവുന്ന നാമം ഹരേ രാമ 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 ഹരേ ഹരേ,
ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. അതാണ് സാർവത്രികമായിട്ട് ആളുകൾ ചെയ്യുന്നത്. പക്ഷേ ആളുകളുടെ മനസ്സിൽ നേരെ സംശയങ്ങൾ ധാരാളം ഉള്ളവരാണ് ആളുകൾ. അത് മതിയോ എന്ന് ചോദിക്കും. അപ്പോൾ ശിവക്ഷേത്രത്തിൽ പോയിട്ട് ഈ ഹരേ രാമ ചൊല്ലിക്കഴിഞ്ഞാൽ വിരോധമൊന്നുമില്ല. അപ്പോൾ ശിവനത് തൃപ്തികരമാണ്. പക്ഷേ ജനങ്ങൾക്ക്, അജ്ഞാനികളായിരിക്കുന്ന ആളുകൾക്ക് വിചാരിക്കും ശിവൻ്റെ മുമ്പിൽ എന്തിനാണ് ഇത് ചൊല്ലുന്നത് എന്ന് ചോദിക്കും. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി. അപ്പോൾ എൻ്റേതായിരിക്കുന്ന ഒരു ശിഷ്യനുണ്ട്. തൃപ്രങ്ങോട്ടാണ് അയാളുടെ വീട്. അപ്പോൾ തൃപ്രങ്ങോടും തിരുനാവായിലൊക്കെ വന്ന് ഭാഗവതമൊക്കെ വായിക്കുന്ന ഒരാളാണ്. അപ്പോൾ അയാൾ നേരെ തൃപ്രങ്ങോട്ട് ഈ പ്രദോഷത്തിന് നേരെ നട തുറന്ന സമയത്ത് അറിയാതെ അയാളുടെ വായിൽ നിന്ന് വന്ന് ഹരേ രാമ 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 ഹരേ ഹരേ എന്നാണ്. അപ്പോൾ അവിടുത്തെ ആളുകൾക്ക് അയാളെ പിടിച്ച് നേരെ വഴക്ക് പറഞ്ഞു, ബഹളം കൂട്ടി, ശിവനെ അപമാനിച്ചാണെന്ന് പറഞ്ഞു. എന്നിട്ട് എന്നോട് നേരെ സംശയം ചോദിച്ചു. അപ്പോൾ ഞാനത് ഉത്തരം പറഞ്ഞു കൊടുത്തു, അതല്ല, ശിവന് അത് വളരെ ഇഷ്ടമാണ് എന്നിങ്ങനെ പറഞ്ഞു. പക്ഷെ ആളുകൾ അജ്ഞാനികളാണ്. പൊതുവേ അജ്ഞാനികളായിരിക്കുന്ന കുറേ ആളുകൾ അതിലെതിർക്കും. അപ്പോൾ അതുകൊണ്ട് ശിവക്ഷേത്രത്തിൽ സാധാരണ നമ്മൾ എന്ത് ചെയ്യും? ശിവക്ഷേത്രത്തിൽ നേരെ ഓം നമ ശിവായ, ഓങ്കാരം ഹ്രസ്വമായ ഓങ്കാരം. അപ്പോൾ ഓങ്കാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 തരത്തിലുണ്ട്. ഓങ്കാരത്തിൻ്റെത് പ്രണവമാണ്. അപ്പോൾ ഒന്ന് ഹ്രസ്വപ്രണവം, ദീർഘപ്രണവം, 2 തരത്തിലാണ് പ്രണവം. അപ്പോൾ ഏത് മന്ത്രം ജപിക്കുമ്പോഴും ഒരു ഓങ്കാരം ജപിക്കും. അപ്പോൾ ഓം നമ ശിവായ, ഓം നമോ നാരായണായ എന്ന് പറയുന്നത് ഹ്രസ്വപ്രണവാണ്. നേരെ മറിച്ച് ഓങ്കാരം മാത്രം ജപിക്കുന്ന ദീർഘപ്രണവം അത് യോഗികൾക്ക് മാത്രമാണ് വിധിയുള്ളത്. കാരണം നമുക്ക് ആ ശ്വാസം എടുക്കാനായിട്ട് കഴിയില്ല എന്നാണ്. അപ്പോൾ അതുകൊണ്ടാണ് സ്ത്രീകൾ ഓങ്കാരം ജപിക്കരുത് എന്ന് പഴയ കാലത്തെ ആളുകൾ പറയും. കാരണം ഓങ്കാരം നമ്മുടെ മൂലാധാരത്തിൽ നിന്നിങ്ങനെ ദീർഘമായിട്ട് ഉയർന്നിട്ട് ശിരസ് വരെ പോകാം. ആ ഓങ്കാരം ജപിച്ചിട്ട് ശിരസിലൂടെ പ്രാണനെ നമുക്ക് വെടിയാനായിട്ട് കാണിക്കും. അതാണ് ഹിമാലയത്തിലെ യോഗികൾ ചെയ്യുക. അപ്പോൾ ഓങ്കാരം ഉള്ളിൽ നിന്ന് ഇങ്ങനെ എടുക്കുന്ന സമയത്ത് അങ്ങനെ അത് ഇത്ര സെക്കൻഡ് കൊണ്ട് അങ്ങനെ എടുത്തെടുത്ത് വരുമ്പോഴേക്കും ശരീരത്തിലെ എല്ലാ അവയവങ്ങളും നേരെ അങ്ങോട്ട് ചുരുങ്ങും. അപ്പോൾ ഒരു നേർരേഖ പോലെയാവും നമ്മുടെ ശരീരം. കുടവയറുള്ളവൻ്റെ കുടവയറും മാറും. അതോ സ്ത്രീകൾക്ക് ഗർഭപാത്രം വരെ ചുരുക്കി അങ്ങോട്ട് പോകും. അതുകൊണ്ടാണ് സ്ത്രീകൾക്ക് ഈ ഓങ്കാരം ജപിക്കരുത് എന്ന് പറയാനുള്ളതായിരിക്കും. അല്ലാതെ നേരെ സ്ത്രീ പുരുഷ ഭേദമൊന്നുമില്ല. അപ്പം അതുകൊണ്ടാണ് ഓം നമ ശിവായ ശിവക്ഷേത്രങ്ങളിൽ പ്രധാനം ഓം നമ ശിവായ എന്നുള്ള പഞ്ചാക്ഷരമാണ്. ആ പഞ്ചാക്ഷരത്തിൻ്റെ പ്രത്യേകത, ഓങ്കാരം നേരെ മംഗളവാചിയായിട്ട് പറയണതാണ്. അപ്പോൾ ശ്രീരാമചന്ദ്രൻ, ശ്രീകുട്ടൻ എന്നൊക്കെ പറയുന്നത് പോലെ മംഗളവാചിയാണ്. അപ്പോൾ അവിടെ ഓങ്കാരത്തിന് വലിയ ദീർഘമായിരിക്കുന്ന ഓങ്കാരത്തിൻ്റെ അർത്ഥമില്ല. അപ്പോൾ നമശിവായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 5 അക്ഷരങ്ങളാണെന്നാണ്. അപ്പോൾ എന്താണ് നമശിവായ എന്നുള്ള നാമത്തിൻ്റെ പ്രത്യേകത? അതറിഞ്ഞ് ചൊല്ലുമ്പോഴാണ് നമുക്ക് നമശിവായ ചൊല്ലാനായിട്ട് തോന്നുക. അപ്പോൾ നകാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ അത് ഭൂമി തത്വം എന്നാണ് പറയും. ഭൂമിയാണ് നകാരം. മകാരം എന്ന് പറയുമ്പോൾ അത് അഗ്നിയായിട്ടാണ് സങ്കല്പിക്കുക, അഗ്നിയാണ്. അപ്പോൾ നേരെ ശികാരം എന്ന് പറയുമ്പോൾ അത് ജലമായിട്ട് വരും. വകാരം വായുവാണ്. യകാരം ആകാശമാണ്. ശിവൻ എന്ന് പറഞ്ഞാൽ പഞ്ചഭൂതാത്മകനാണ്. പഞ്ചഭൂതങ്ങളിൽ നിറഞ്ഞിരിക്കുന്ന ആളാണ് ശിവൻ. അപ്പോൾ ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം, ഇതാണ് പഞ്ചഭൂതങ്ങൾ. അപ്പം അതുകൊണ്ടാണ് നേരെ നമശിവായയുടെ നകാരം ഭൂമി തത്വമാണ്. അപ്പം അത് ഭൂമി തത്വം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? അപ്പം അത് നമ്മൾ അതിൻ്റെ ഈ നമശിവായയുടെ കാര്യം പറഞ്ഞിട്ട് നമുക്ക് വരാം. അപ്പോൾ നമശിവായ പറയുമ്പോൾ നകാരം ഭൂമി, മകാരം എന്ന് പറയുന്ന സമയത്ത് അത് അഗ്നിയാണ്. പിന്നെ അത് നേരെ അഗ്നിയിലേക്കാണ് വരിക. പിന്നെ നേരെ ശികാരം അത് ജലമാണ്. പിന്നെ വകാരം വരുന്നത് വായുവാണ്. യകാരം ആകാശമാണ്. അപ്പോൾ ഈ പഞ്ചഭൂതങ്ങളെയാണ് നമശിവായയിലൂടെ നമ്മൾ സ്മരിക്കുന്നത്. അപ്പോൾ ഈ പഞ്ചഭൂതങ്ങളിലേക്ക് നമ്മൾ നേരെ ആ പഞ്ചഭൂതങ്ങളെ മുഴുവൻ വന്ദിക്കുന്നതിന് തുല്യമായിട്ടാണ് നമശിവായ വരിക. അതുകൊണ്ടാണ് നേരെ ശിവൻ്റെ മുമ്പിൽ നമശിവായ ചെല്ലുമ്പോൾ പഞ്ചഭൂതങ്ങൾ നമ്മുടെ ഉള്ളിലൂടെ കടന്നു വരും. കാരണം നമ്മുടെ ഉള്ളിലുള്ളത് പഞ്ചഭൂതങ്ങളാണ്. പഞ്ചഭൂതങ്ങളെ കൊണ്ട് നമ്മളാണ് നമ്മുടെ ശരീരം ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ ഭൂമി പ്രകൃതിയുമായിട്ടുള്ള താതാത്മ്യമാണ് നേരെ നമശിവായ ജപം കൊണ്ടുള്ളത്. ആ പ്രകൃതിയുമായിട്ട് താതാത്മ്യം പ്രാപിക്കുമ്പോഴാണ് നമുക്ക് രോഗപ്രതിരോധ ശക്തി ഉണ്ടാവുക, രോഗനാശനം ഉണ്ടാവുക.
അതേപോലെ ഏത് കഠിനമായ കാലാവസ്ഥയും അതിജീവിക്കാൻ സാധിക്കുന്ന നല്ല തണുപ്പത്ത് യോഗികൾ ഹിമാലയത്തിൽ നമഃശിവായ ജപിക്കുന്നതിൻ്റെ കാരണം അതാണ്. പ്രകൃതിയുമായിട്ട് നമുക്ക് താതാത്മ്യം പ്രാപിക്കാൻ സാധിക്കും. കാരണം നമഃശിവായ ഈ പഞ്ചഭൂതങ്ങളെ ആസ്പദമാക്കിയുള്ളതാണ് എന്നുള്ളതാണ്. അതുതന്നെയാണ് നേരെ ഈ തരത്തിലുള്ളതായിരിക്കുന്ന ശിവക്ഷേത്രത്തിലെ പ്രദക്ഷിണവും അങ്ങനെയാണ് പറയാൻ. അപ്പോൾ നഗാരം എന്ന് പറയുന്നത് ഓവിൻ്റെ ഭാഗത്താണ്, അത് വടക്ക് ഭാഗത്താണ്. പിന്നെ മകാരം തെക്ക് ഭാഗത്താണ് അഗ്നി. അപ്പോൾ അതിനിടയ്ക്കാണ് ഈ ശിഖാരം എന്ന് പറഞ്ഞ ജലം. അപ്പോൾ അവിടെ നേരെ അഗ്നിയും ജലവുമാണ് അവർ. അപ്പോൾ നേരെ ഭൂമിയിൽ നേരെ അഗ്നി, പിന്നെ ജലം, പിന്നെ വകാരം നേരെ വായുതത്വമാണ്, അത് കിഴക്ക് ഭാഗത്താണ്. യകാരം ആകാശത്തിലൊക്കെയാണ്. അതുകൊണ്ടാണ് ശിവൻ്റെ മുമ്പിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ നേരെ ഇങ്ങനെ പ്രദക്ഷിണം ചെയ്ത് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നേരെ അവസാനം പോയിട്ട് മേൽപോട്ട് നോക്കുന്നത് ആകാശത്തെ നേരെ പ്രതിനിധാനം ചെയ്താണ്. അപ്പോൾ പ്രകൃതിയുമായിട്ട് താതാത്മ്യം പ്രാപിക്കലാണ് നമ്മുടെ ഈ നമഃശിവായ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ്. അതാണ് നമഃശിവായ എന്നുള്ള നാമജപം കൊണ്ട് പ്രകൃതിയുമായുള്ള താതാത്മ്യം കൊണ്ടെന്താണ് നമുക്ക് രോഗപ്രതിരോധ ശക്തി, പ്രകൃതിയിലെ ആ കടുത്ത ശൈത്യം, കടുത്ത ഉഷ്ണം, അതേപോലെ ഇതെല്ലാം മഴ, വെയിൽ, മഞ്ഞ്, ഇതൊക്കെ നമുക്ക് നേരിടാനുള്ളതായിരിക്കുന്ന ശക്തി നമുക്ക് കിട്ടും. അതേപോലെ നമ്മുടെ ശബ്ദം, നമ്മുടെ ത്വക്ക്, ഇതൊക്കെ തന്നെ പഞ്ചഭൂതങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മുടെ തൊലിയൊക്കെ തന്നെ. അപ്പം അതാണ് നമഃശിവായ ജപിക്കുന്ന ഒരു യോഗിക്ക് ആ നിത്യേന നമഃശിവായ ജപിച്ചു കൊണ്ടിരിക്കുന്ന, അതായത് ലക്ഷക്കണക്കിനാണ് ജപിക്കേണ്ടത്, അങ്ങനെ ജപിക്കുന്ന ഒരു യോഗിക്ക് നേരെ വാർദ്ധക്യം ബാധിക്കുന്നില്ല എന്നാണ് പറയുന്നത്. അവൻ നേരെ വായുഭക്ഷകനായിട്ടിരുന്നാൽ പോലും അവന് ജരാനരകൾ ബാധിക്കില്ല. അപ്പോൾ അത് ശിവപുരാണത്തിൽ എടുത്തു പറയുന്നുണ്ട്. നമുക്ക് രോഗത്തെ പ്രതിരോധിക്കാൻ, അല്ലെങ്കിൽ ഈ ലോകത്തിൽ നമുക്ക് ആയുസ് വർദ്ധിപ്പിക്കാനുള്ള മാർഗങ്ങളുണ്ടെന്നാണ്. സാധാരണ മനുഷ്യൻ്റെ ആയുസ് 120 വർഷമാണ്. പക്ഷേ 300-ഉം 400-ഉം വർഷം ജീവിക്കുന്ന യോഗിമാരെ കണ്ടിട്ടുണ്ട്. കാരണം എന്താണ്? അവർ ഈ പഞ്ചാക്ഷരം ജപിച്ചിട്ടാണ് നേരെ നമ്മുടെ ആയുസ്സിനെ വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും എന്ന് ശിവമഹാപുരാണത്തിൽ പറയുന്നതായിരിക്കുന്ന വിധിയാണ്. അതേപോലെ മറ്റൊരു നാമമാണ് രാമ എന്നുള്ള നാമം. അത് ഉത്തരഭാരതത്തിലാണ് കൂടുതലും രാമനാമം വരിക. കർക്കിടക മാസത്തിലാണ് കേരളത്തിലൊക്കെ രാമനാമം ചോദിക്കുക. അപ്പോൾ രാമനാമത്തിൻ്റെ പ്രത്യേകത എന്താണ്? ഹരേ രാമ എന്നുള്ള നാമം വ്യത്യാസമുണ്ട്. ഹരേ രാമ എന്നുള്ളത് നേരെ കലിയുഗ മന്ത്രമാണ്. അപ്പോൾ വെറും രാമ എന്നുള്ളതായിരിക്കുന്ന മന്ത്രം. അപ്പോൾ രാമ 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 പാഹിമാം എന്നാണ് നമ്മൾ ജപിക്കുക. അപ്പോൾ വെറുതെ രാമ എന്ന് പറഞ്ഞാൽ തന്നെ സഹസ്രനാമ തത്തുല്യം രാമനാമ വരാനനെ എന്നാണ് നേരെ പത്മപുരാണത്തിൽ പറയാൻ. കാരണം പാർവതി ശിവനോട് ചോദിച്ചു, സഹസ്രനാമം നേരെ ജപിക്കാൻ അരമണിക്കൂർ എടുക്കും. വിഷ്ണു സഹസ്രനാമം ജപിച്ചാൽ എല്ലാ ദോഷങ്ങളും തീരുമെന്ന് പറയും. പാർവതി ചോദിച്ചു ശിവനോട്, അത് ജപിക്കാൻ കുറേ സമയമുണ്ടാകും. കലികാലത്തിൽ ഇങ്ങനെ തിരക്ക് പിടിച്ച ജീവിതത്തിൽ സ്വസ്ഥമായിട്ട് നമുക്ക് 15-20 മിനിറ്റൊക്കെ സ്വസ്ഥമായിട്ട് ഇരുന്ന് ജപിക്കാൻ പറ്റില്ലല്ലോ. ഇടയ്ക്ക് ആളുകൾ വരും, അങ്ങനെയൊക്കെ പോകും. അപ്പോൾ എന്താ വഴിയെന്ന് ചോദിച്ചു. അപ്പോൾ ആ സമയത്താണ് മഹാദേവൻ പാർവതിയോട് പറഞ്ഞത്, അതിന് നേരെ സഹസ്രനാമത്തിന് തുല്യമാണ് രാമനാമ വരാനനെ, അല്ല സുന്ദരി, രാമനാമം ജപിച്ചാൽ മതി എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ് രാമനാമം ജപിച്ചാലുള്ള പ്രത്യേകത? രാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ ആ ശരീരത്തിലുള്ളതായിരിക്കുന്ന യോഗമാർഗത്തിലുള്ളതായിരിക്കുന്ന ആ ഒരു കുണ്ഡലിനി ശക്തിയാണ് രകാരം എന്ന് പറയും. രകാരം കുണ്ഡലിനി ശക്തിയാണ്. അപ്പോൾ യോഗമാർഗത്തിൽ പറയുമ്പോൾ നമ്മുടെ ശിരസ് മുതൽ നമ്മുടെ നട്ടലിൻ്റെ അടിഭാഗമാണ്. അപ്പം നട്ടലിൻ്റെ അടിഭാഗത്താണ് ഉള്ളത്. അപ്പം നട്ടലിൻ്റെ അടിഭാഗത്താണ് രകാരം വരിക. അപ്പോൾ രാമ എന്ന് പറയുമ്പോൾ ആ അടിഭാഗത്തുള്ളതായിരിക്കുന്ന കുണ്ഡലിനി ശക്തി ഉയർന്നിട്ട് മാ എന്നുള്ളതാണ് ശിരസിലുള്ളത്. അതാണ് ശിവൻ. ശിവൻ നമ്മുടെ ശിരസിലാണുള്ളത് യോഗമാർഗത്തിൽ. താഴത്ത് ദേവിയാണ്. അപ്പോൾ ആ ദേവിയെ ഉയർത്തിയിട്ട് നേരെ ശിരസിലേക്ക് കൊണ്ടുവരലാണ് നേരെ രാമ എന്നുള്ള നാമത്തിൻ്റെ ഉദ്ദേശം. അല്ലാതെ വെറും ശ്രീരാമനല്ല. അപ്പം എന്തായി? അത് ശിവശക്തി സംയോഗമാണ് എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് നേരെ ആ രാമനാമം മാത്രം ജപിച്ചാൽ മതി. രാമ എന്ന് തന്നെ ജപിക്കണം. അത് എത്ര നീട്ടാൻ സാധിക്കോ അത്രയും നീട്ടി ജപിച്ചാൽ ആ നിരന്തരമായിരിക്കുന്ന രാമ എന്നുള്ള നാമം കൊണ്ട് നമ്മുടെ കുണ്ഡലിനി ശക്തി നേരെ ശിരസിലെത്തിയിട്ട്
അവിടുന്ന് അമൃതപ്രവാഹം ഉണ്ടാകുന്ന. കാരണം നമ്മുടെ ശക്തി ശിവനുമായിട്ട് ചേരുമ്പോഴാണ് അമൃതം ഇങ്ങനെ പ്രവഹിക്കുക. അമൃതപ്രവാഹം വരുമ്പോൾ നമ്മുടെ ശരീരം മുഴുവൻ തന്നെ ഒരു പോഷകാഹാരം കഴിച്ചതായിരുന്നു എല്ലാ ന്യൂട്രിയൻറ്റും നമ്മുടെ ശരീരത്തിലേക്ക് വരുന്നതാണ്. അപ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ ഭംഗിയുണ്ടാവും, അഴകുണ്ടാവും. അതേപോലെ തന്നെ ഒരിക്കൽ നമുക്ക് നേരെ രോഗപ്രതിരോധ ശക്തി ഉണ്ടാവും. അമൃതപ്രവാഹമാണ് എന്നുള്ളതാണ്. അതാണ് രാമനാമത്തിൻ്റെ പ്രാധാന്യം. അങ്ങാണ് രാമനാമം ജപിക്കുന്നതായിരിക്കുന്ന ആളുകൾ രാമ എന്നുറക്കെയാണ് ജപിക്കുക. വെറുതെ എല്ലാം ജപിക്കുക, രാമ എന്ന് പറയും. അപ്പോൾ പ്രധാനമായിട്ട് നമശിവായ, പിന്നെ രാമ എന്നുള്ള നാമങ്ങളുണ്ട്. പിന്നെ മറ്റ് നാമങ്ങളാണുള്ളതാണ് നാരായണ, വെറും നാരായണ എന്നുള്ള നാമം. നാരായണ എന്നുള്ള 4 അക്ഷരം ജപിച്ചു കഴിഞ്ഞാൽ പാപം കെടും, പശികെടും, വ്യസനങ്ങൾ തീരും, നാവിനുണർച്ച വരും, ഏറ്റവും അന്ത്യകാലെ ഗോവിന്ദപാദ കമലങ്ങൾ തെളിഞ്ഞു കാണാമെന്നാണ് പറയാം. അപ്പം നാരായണ എന്ന് പറഞ്ഞാൽ നേരെ നാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നാമത്തിൻ്റെ പ്രത്യേകത. അപ്പോൾ വെറുതെ നാരായണ നാരായണ എന്ന് ജപിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ സാധാരണ അജാമിളൻ്റെ കഥയൊക്കെയാണ് അതിൽ പറയുക. പുരാണത്തിൽ അജാമിളന് മോക്ഷം കിട്ടിയ നാരായണ എന്ന് വിളിച്ചപ്പോൾ നേരെ നാരായണൻ്റെ ആൾക്കാർ വന്ന് യമഭടന്മാരെയൊക്കെ ഓടിച്ചു കൊണ്ടുപോയി. അപ്പോൾ ആ അജാമിളന് നേരെ ജീവിക്കാനുള്ള അവകാശങ്ങൾ കൂടുതൽ കിട്ടി. അപ്പോൾ ഒരു എക്സ്റ്റൻഷൻ കിട്ടി എന്നാണ് പറയുക. പിന്നെ അജാമിളന് മോക്ഷം കിട്ടിയെന്നാണ്, ഹരിദ്വാറിൽ നിന്ന് നാമം ജപിച്ചു എന്നൊക്കെയാണ് നേരെ ഭാഗവത കഥകളൊക്കെ പറയും. അപ്പം നാരായണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നാ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലെ പാപങ്ങളൊക്കെ പുറത്തു വരും. അപ്പോൾ വായു തുറക്കാതെ നമുക്കൊരിക്കലും നാ എന്ന് പറയാൻ പറ്റില്ല. നാ എന്നേ പറയാൻ പറ്റുള്ളൂ, വായു കൂട്ടി പറയാൻ പറ്റില്ല. അപ്പോൾ ഉള്ളിലുള്ള പാപങ്ങൾ പുറത്തേക്ക് പോകുന്ന. പിന്നെ രാ എന്ന് പറയുമ്പോൾ എന്താണ്? അതിനെ നേരെ അടച്ചിട്ട് നേരെ പുതിയ പാപങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് വരാതിരിക്കും. പിന്നെ യാ എന്ന് പറയുമ്പോൾ എന്താണ്? ഉള്ളിലുള്ളതായിരിക്കുന്ന ആ നമ്മുടെ ശക്തിയെ നേരെ നമ്മൾ അങ്ങനെ പിടിച്ച് നമ്മുടെ എല്ലാ ശരീരത്തിലേക്കും വ്യാപിക്കുന്നതാണ് യ എന്ന് പറയാം. പിന്നെ ണ എന്ന് പറയുന്നത് അനുഗ്രഹ ശക്തി എന്നാണ് പറയാം. അപ്പോൾ നാ എന്ന് പറഞ്ഞിട്ട് നേരെ ര എന്ന് പറയുമ്പോൾ പിന്നെ അത് പുനഃപ്രവേശം തടഞ്ഞിട്ട് പിന്നെ യ എന്ന് പറയുമ്പോഴാണ് നമ്മുടെ ശരീരത്തിലുള്ളതായിരിക്കുന്ന സകല ശക്തികളും വന്നിട്ട് ണ എന്നങ്ങോട്ട് പറയുമ്പോൾ അത് നേരെ ആകാശങ്ങളിലേക്ക് ഉയരും. നകാരം എന്ന് വെച്ചാൽ അനുഗ്രഹം എന്നാണ് ഒരർത്ഥം വരിക. അപ്പോൾ ഈശ്വരൻ്റെ അനുഗ്രഹം നമുക്ക് കിട്ടുന്നു. അതാണ് നാരായണ 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 എന്ന് ജപിച്ചാൽ മതി എന്ന് പറയണം നാരായണ നാമത്തിൻ്റെ പ്രത്യേകതയായിട്ട് പറയും. പിന്നെ സാർവത്രികമായിട്ട് കേരളത്തിലൊക്കെ നമ്മൾ ജപിക്കുന്നതായിരിക്കുന്ന നാമാണ് അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. അപ്പം അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം? അത് ചോറ്റാനിക്കരായാലും മൂകാംബികയിലൊക്കെ അമ്മേ നാരായണ, ഏത് ദേവീ ക്ഷേത്രത്തിലും ഏത് ദേവിയായാലും എല്ലാവരും പറഞ്ഞത് അമ്മേ നാരായണ എന്നാണ് പറയുന്നത്. അത് കൊണ്ടുവന്ന് വില്ലുമംഗലത്ത് സ്വാമിയാരെന്നാണ് കഥകൾ പറയാം. ചോറ്റാനിക്കരയിലെ കീഴ്ക്കാവിലെ കുളത്തിൽ കുളിച്ചിട്ട് പോയപ്പോൾ ഒരു കല്ല് കിട്ടി. അപ്പോൾ കല്ല് നേരെ എടുത്തിട്ട് നോക്കുമ്പോൾ ലക്ഷ്മി നാരായണ വിഗ്രഹം പോലെ തോന്നിയിട്ട് നേരെ അമ്മേ നാരായണ എന്ന് പറഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പോൾ അതാണ് അമ്മേ നാരായണ എന്ന് പറയാൻ കാരണം. അപ്പം അമ്മേ നാരായണ എന്ന് പറയുമ്പോൾ അമ്മയും വന്നു, നാരായണനും വന്നു. അമ്മയാണ് പ്രകൃതീശ്വരിയാണ് അമ്മ, നാരായണൻ പ്രകൃതീശ്വരനാണ്. അപ്പോൾ പ്രകൃതിയും പ്രകൃതീശ്വരനും തമ്മിലുള്ള യോജിപ്പാണ് അമ്മേ നാരായണ എന്നുള്ളതായിരിക്കുന്ന നാമമായിട്ട് പറയാം. അപ്പം അതിന് മറ്റൊരു വ്യാഖ്യാനം എന്താണെന്ന് വെച്ചാൽ അമ്മ എന്ന് പറയുന്നതാണ് ദി ഫോഴ്സ്, അമ്മയാണ് എപ്പോഴും. നാരായണൻ എക്സിക്യൂട്ടീവ് ഫോഴ്സാണ്. അപ്പോൾ കാര്യവും കാരണവും, കാരണവസ്തു നേരെ അമ്മയാണ്, കാര്യമാണ് പിന്നെ നാരായണൻ. അപ്പോൾ അമ്മയാകുന്ന മൂലവസ്തുവിൽ നിന്ന്, മൂലകാരണത്തിൽ നിന്ന് നാരായണനിലൂടെ അമ്മ കർമ്മങ്ങൾ ചെയ്യുന്നു എന്നാണ്. അപ്പോൾ ദേവിയാണ് ഡിസിഷൻ ഫാക്ടർ, ദേവിയാണ് ഏത് കാര്യങ്ങളും തീരുമാനിക്കുന്ന ദേവിയാണ്. അപ്പോൾ ദേവി നേരിട്ടത് എക്സിക്യൂട്ട് ചെയ്യില്ല. അപ്പോൾ അത് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് നാരായണനെ ചുമതലപ്പെടുത്തുന്നു. അങ്ങനെയാണ് അമ്മേ നാരായണ എന്ന് വരാൻ കാരണം അമ്മ നാരായണനിലൂടെയാണ് ഈ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നതാണ്. അപ്പം അതുകൊണ്ടാണ് സാധാരണഗതിയിൽ പറയാൻ അമ്മ നിശ്ചയിക്കുന്നു, നാരായണൻ നടപ്പിലാക്കുന്നു എന്നാണ്. അപ്പോൾ അതങ്ങനെയാണ് വരിക. അമ്മ നിശ്ചയിക്കും, നാരായണൻ നടപ്പിലാക്കും. അപ്പം അതുകൊണ്ടാണ് ഭഗവാന്റെ ഈ ദശാവതാര സങ്കല്പങ്ങൾ വരുന്നപ്പോൾ ഈ ദശാവതാര സങ്കല്പത്തിലൊക്കെ അമ്മയുടെ ഒരു ശക്തി കൊടുത്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഭൂമി വെള്ളത്തിലേക്ക് ഇങ്ങനെ താഴ്ന്നു പോയി, ഹിരണ്യാക്ഷൻ ഭൂമി വെള്ളത്തിലേക്ക് കൊണ്ടുപോയപ്പോൾ
വരാഹമായിട്ട് ഭഗവാൻ നേരെ വന്നിട്ട് ഭൂമിയെ ഉദ്ധരിച്ചു. അപ്പോൾ അമ്മയ്ക്കൊരു ശക്തിയുണ്ട്. ആ അമ്മയുടെ ശക്തിയാണ് വാരാഹി എന്ന ശക്തിയാണ് ആ പേര്. ആ വാരാഹി എന്നുള്ള ശക്തി അമ്മ നേരെ വിഷ്ണുവിന് കൊടുത്തു. അതിനെ സ്വീകരിച്ചിട്ടാണ് നേരെ വിഷ്ണു ഭഗവാൻ വരാഹമായിട്ട് ഭൂമിയെ ഉദ്ധരിച്ചു കൊണ്ടുവന്നു. അപ്പോൾ അതാണ് നേരെ നമ്മുടെ പന്നിയൂരൊക്കെ കാണുന്ന വരാഹമൂർത്തിയുടെ സങ്കല്പം. അപ്പം അതുകൊണ്ടാണ് നേരെ ഭൂമിയെ മടിയിൽ വെച്ചിട്ട് നേരെ ഉയർത്തി അങ്ങനെ കൊണ്ടുവന്നു. അതേപോലെ അമ്മ ഇതേപോലെ തന്നെ അമ്മയ്ക്ക് തോന്നി നാരസിംഹി എന്നൊരമ്മയുടെ ശക്തിയാണ്. ആ ശക്തിയെ അങ്ങനെ കൊടുത്തപ്പോഴാണ് നരസിംഹമായിട്ട് അവതരിച്ചതെന്നാണ്. പിന്നീട് നേരെ രാമാവതാരം എടുക്കുന്ന സമയത്ത് അമ്മയ്ക്ക് ഒരു ശക്തിയുണ്ട്, താര എന്നാണ് ആ ശക്തിയുടെ പേര്. അതൊക്കെ ദേവിയുടെ ദശശക്തികൾ എന്ന് പറയും. അപ്പോൾ ദേവിക്ക് ദശവിദ്യകളും ഉണ്ട്. ആ ദശവിദ്യകളിൽ ഒന്നാണ് ഈ പറഞ്ഞതായിരിക്കുന്ന വാരാഹിയൊക്കെ പറയും. താരയെ കൊടുത്തപ്പോൾ രാമാവതാരം എടുത്തു. അതേപോലെ തന്നെ പിന്നീട് വാമനാവതാരം എടുക്കാൻ സമയത്ത് ദേവിയുടെ അടുത്ത ശക്തി വന്നു. അപ്പം അങ്ങനെ ഓരോരോ ശക്തികൾ എടുത്തിട്ടാണ് അങ്ങനെ ദശാവതാരങ്ങൾ എടുത്തത്. കൃഷ്ണാവതാരം വന്ന സമയത്താണ് നേരെ ദേവിയുടെ 10 ശക്തികളെയും നേരെ വിഷ്ണുവിന് കൊടുത്തിട്ടാണ് കൃഷ്ണാവതാരം ഉണ്ടായത്. അതാണ് കൃഷ്ണാവതാരം, പൂർണ്ണാവതാരം എന്ന് പറഞ്ഞ കൃഷ്ണാവതാരം പൂർണ്ണാവതാരം എല്ലാം അംശം തന്നെയാണ്. പൂർണ്ണാവതാരം വാമനാവതാരമാണ് ശരിക്ക്. അപ്പോൾ ദേവിയുടെ എല്ലാ ശക്തികളും ദശശക്തികളും 10 ശക്തികളും കൊടുത്തപ്പോൾ എന്തായി, അതിനെ പൂർണ്ണാവതാരം എന്ന് വിളിച്ചു. അതാണ് കൃഷ്ണൻ നേരെ പൂർണ്ണാവതാരം. ആ കൃഷ്ണനിലൂടെയാണ് ലോകത്തെ മുഴുവൻ ദേവി നന്നാക്കി എടുത്തതെന്നാണ്. അതാണ് കൃഷ്ണന് ശക്തി കൂടാൻ കാരണം. മറ്റെല്ലാ അവതാരങ്ങളെക്കാളും കൃഷ്ണാവതാരത്തിന് പ്രാധാന്യം വരാൻ കാരണം ദേവിയുടെ 10 ശക്തികളുണ്ട്. പിന്നെ കലികാലം വന്നിട്ട് അവസാനമാകുമ്പോഴാണ് കൽക്കി അവതാരം വരും. അപ്പോൾ ദേവിയുടെ ദുർഗ എന്നുള്ള ശക്തിയാണ് കൊടുക്കുക വിഷ്ണുവിന്. അതുകൊണ്ടാണ് കലികാലത്തിൻ്റെ അവസാനത്തിലൊക്കെ ദുർഗയ്ക്കാണ് പ്രാധാന്യം വരിക. അപ്പോൾ ക്ഷേത്രങ്ങളൊക്കെ ദുർഗാസങ്കല്പങ്ങൾ വരും. അപ്പം അങ്ങനെയാണ് നേരെ അമ്മേ നാരായണ എന്നുള്ള ആ പദം തന്നെ വരാൻ കാരണം അതാണ്. അതും ഒരു നാമമാണ് അമ്മേ നാരായണ. അതിൻ്റെ കൂട്ടത്തിൽ നേരെ ആ 4 തരത്തിലുള്ളതായിരിക്കും ദേവി നാരായണ. അത് നേരെ മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ നേരെ അത് 6 അമ്മേ നാരായണ എന്ന് പറയുമ്പോൾ 6ആയി. അതിന് 6 4 24ആയി. അതൊരു ഗായത്രി എന്നാണ് പറയാം. അപ്പോൾ ദേവിയുടെ ഗായത്രിയാണ്. അപ്പോൾ ദേവിയുടെ നാമഗായത്രി എന്നാണ് അതിന് പറയാൻ. അതും ഒരു നാമത്തിൻ്റെ കൂട്ടത്തിലാണ്. ഇങ്ങനെയാണ് നമ്മുടെ നാമജപങ്ങളുടെ ആ ശക്തി. അതിനാണ് കലികാലത്തിൽ പ്രാധാന്യം കൂടുതൽ. അത് ജപിച്ചാൽ മതി. മറ്റു പൂജകളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. മറ്റു തരത്തിലുള്ളതായിരിക്കുന്ന വലിയ ഘോഷങ്ങളും ആവശ്യമില്ല. ഇത് മാത്രം മതി കലികാലത്തിൽ നമുക്ക് ശക്തി പ്രാപിക്കാൻ എന്നാണ് പഴമക്കാർ പറയുന്നതും പുരാണങ്ങളിൽ എടുത്തു പറയുന്നതുമായിരിക്കുന്ന കാര്യങ്ങൾ. ഓം നമോ ഭഗവതേ വാസുദേവായ.